Hello my dear students, welcome to my new video. Solutions എന്ന ചാപ്റ്ററിലെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒന്ന് പറയാമോ? ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. സെക്കൻഡ് വൺ, ദി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. തേർഡ് വൺ, the depression in freezing point of the solvent, and the fourth one is the osmotic pressure. അല്ലേ? നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് that depends upon the number of the solute particles. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഠിച്ചത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് that is inversely proportional to the molecular mass of the solute. ഓർമ്മയുണ്ടോ അതൊക്കെ പഠിപ്പിച്ചു തന്നത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താ നോക്കിയേ. അബ്നോർമൽ മോളാർ മാസ് ആൻഡ് വാൻ ഹോഫ് ഫാക്ടർ വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ I. അബ്നോർമൽ മോളാർ മാസ് എന്ന് വെച്ചാൽ എന്താണ്? നോർമൽ മോളാർ മാസിൽ നിന്ന് ഡീവിയേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്, അല്ലെ? എപ്പോഴാണ് ഈ ഡീവിയേഷൻ വരുന്നത് ഈ മോളാർ മാസിന്? നിങ്ങൾ മനസ്സിലാക്കുക, ചില സൊല്യൂട്ടുകള് ചില സോൾവെന്റില് ആഡ് ചെയ്യുമ്പോ മോളാർ മാസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ആ ഒരു വ്യത്യാസത്തിനുള്ള കാരണം? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോ അബ്നോർമൽ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ അബ്നോർമൽ മോളാർ മാസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോ ഈ ബോർഡിലുള്ള ഈ എഴുത്തുകളൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇതെല്ലാം നോട്ടായിട്ട് എഴുതിയെടുക്കണോ ഭഗവാനെ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നോട്ടായിട്ടൊന്നും എഴുതിയെടുക്കാനുള്ളതല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. കണ്ടിട്ട് പേടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് എന്താണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് നോക്കാം. ദ വാല്യൂ ഓഫ് മോളാർ മാസ് കാൽക്കുലേറ്റഡ് ഫ്രം ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം ദി എക്സ്പെരിമെന്റലി ഒബ്റ്റെയിൻഡ് വാല്യൂസ്. This is called abnormal molar mass. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലൂടെ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടെത്തുന്നുണ്ടല്ലോ. ഈ മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോർമുല ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരു സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ 2 മോളിക്കുലാർ മാസസ് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതായത് നോർമൽ മോളിക്കുലാർ മാസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലൂടെ കണ്ടെത്തുന്ന മോളിക്കുലാർ മാസിന്റെ വാല്യൂ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് അബ്നോർമൽ മോളാർ മാസ് ഓർ ദി ഒബ്സർവ്ഡ് മോളാർ മാസ് ഈസ് ഫൗണ്ട് ടു ബി ലിറ്റിൽ ബിറ്റ് ഹയർ ഓർ ലോവർ ദാൻ ദി നോർമൽ വാല്യൂ. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്? അതാണ് ഇതിനുള്ള ഉത്തരം ഇവിടെ കൊടുത്തിട്ടുള്ളത്. The abnormal molar mass is due to the dissociation of solute particles. രണ്ടാമത്തെ റീസൺ, അസോസിയേഷൻ ഓഫ് solute particles. അപ്പോ solute particlesന് ഡിസോസിയേഷൻ സംഭവിക്കുന്നു, solute particlesന് അസോസിയേഷനും സംഭവിക്കുന്നുണ്ട്. solute particlesന് എപ്പോഴാണ് ഡിസോസിയേഷൻ സംഭവിക്കുക? ഇപ്പോ ഒരു സൊല്യൂട്ട് അത് ഒരു ഇലക്ട്രോലൈറ്റ് ആണെന്ന് കരുതൂ.
ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അലുമിനിയം സൾഫേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ഫെറോസൈനൈഡ്, അങ്ങനെ ഒരുപാട് ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്. ഇത്തരം ഇലക്ട്രോലൈറ്റുകൾ പോളാർ സോൾവെന്റ് ആയിട്ടുള്ള വാട്ടറിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു സൊല്യൂഷനായി മാറുമല്ലോ. ഇത്തരത്തില് സൊല്യൂഷൻ ആകുമ്പോ ആ സൊല്യൂഷനിൽ വെച്ചിട്ട് ഈ ഇട്ടിട്ടുള്ള ഈ സൊല്യൂട്ടുകൾക്ക് ഡിസോസിയേഷൻ സംഭവിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് മാറുന്നു. ഇനി ചില സോൾവെന്റുകളില്, അതായത് ഇപ്പൊ ബെൻസീൻ പോലെയുള്ള നോൺ പോളാർ സോൾവെന്റിലേക്ക് ചില സൊല്യൂട്ടുകൾ ആഡ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ആസിഡ്സ്, എത്തനോയിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് പോലെയുള്ള ആസിഡുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് അസോസിയേഷൻ ആണ്. അതായത് മോളിക്യൂൾസ് ഒക്കെ കൂടിച്ചേരുക, അസോസിയേറ്റ് ചെയ്യുക. അത് ഡൈമറൈസേഷൻ നടക്കാം. ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിംഗിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവര് യുണൈറ്റ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. അതാണ് ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രൈമറൈസേഷൻ നടക്കാം, ടെട്രാമറൈസേഷൻ, ഇതൊക്കെ നടക്കാം. എന്താ ട്രൈമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 3 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുന്നതിനെ പറയുന്നതാണ്. സിംഗിൾ ആയിട്ടുള്ള 3 മോളിക്യൂൾസ് ഉള്ളത് കമ്പൈൻ ചെയ്ത് ഈ 3 മോളിക്യൂൾസും ഒരൊറ്റ മോളിക്യൂളായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ പറയുക അത് ട്രൈമറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ഇത്തരത്തിലൊക്കെ ഈ അസോസിയേഷനും ഡിസോസിയേഷനും സംഭവിക്കുമ്പോ അവിടെ മോളിക്കുലാർ മാസില് വളരെയധികം വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോ ഈ വ്യത്യാസങ്ങള് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇപ്പൊ ചെറുതായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അത് ശരിക്കും നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഒരു പ്രൂഫോട് കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോ നോർമൽ മോളിക്കുലാർ മാസിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം, അത് റീസണും പഠിച്ചു വെക്കണം. ഇതൊരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി പോകുക. ഇനി ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. അപ്പോ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് ഡിസോസിയേഷൻ സംഭവിക്കുമ്പോൾ ഹൗ ഇറ്റ് അഫക്ട് ദി മോളിക്കുലാർ മാസ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഹൗ ഇറ്റ് അഫക്ട് ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. 2 കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. കാരണം സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്തോറും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുന്നുണ്ട്. Because they are directly related. When the number of particles increases, colligative property also increases. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി മോളിക്കുലാർ മാസ്. അതും നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് നോക്കാം, എക്സാമ്പിളിലൂടെ ഇതൊക്കെ കാണാം. ആദ്യമായി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഡിസോസിയേഷനെ കുറിച്ചാണ്. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണേ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇതൊന്നും നോട്ടിൽ എഴുതുന്നു വേണ്ട. Then 1 mole of KCl, potassium chloride, ഒരു ഇലക്ട്രോലൈറ്റ് ആണ്, ആൻഡ് ഇറ്റ്സ് വെയിറ്റ് ഈസ് 74.5 gram. എങ്ങനെ വന്നു? പൊട്ടാസ്യത്തിന്റെ 39ഉം ക്ലോറിന്റെ 35.5ഉം കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നതാണ് 74.5 gram എന്ന് പറയുന്നത്. ഫോർമുല മാസ് യൂണിറ്റ് പഠിച്ചിട്ടുണ്ടാവും. ഡിസോൾവ്സ് ഇൻ 1 kilogram of water. 1 mole KCl when it dissolves in 1 kilogram of water. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതാണ് ദി കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഞാൻ അതിലത്തെ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. ഞാൻ ഇവിടെ എടുത്തത് ഡെൽറ്റ TB ആണ്, അതായത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ച ഒരു എക്സ്പ്രഷൻ ആണ് KB into M. KB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഇൻറ്റു M എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി molality. Okay, and what is molality? It is the number of moles of the solute dissolved in 1 kilogram of the solvent. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. KB into NB divided by WA, അതാണ് മൊളാലിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. And we know that number of moles of the solute ഇവിടെ എത്രയാ? It is 1 mole. അപ്പൊ നമ്മളിവിടെ 1 എന്ന് കൊടുത്തു. And it is dissolved in 1 kilogram. 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് കിട്ടി? KB ഫോർ വാട്ടർ. നമ്മൾ വെള്ളത്തിലാണ് ഇത് ഡിസോൾവ് ചെയ്തത്. അപ്പൊ സോൾവെന്റിന്റെ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0.52 ആണ്.
അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0.52 കെൽവിൻ എന്നുള്ളതാണ് നമ്മൾ സാധാരണ ആ എക്സ്പ്രഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ശരിയല്ലേ? ഇനി ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, എക്സ്പെരിമെന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഈ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ എടുത്തിട്ടുള്ളത് KCl ആണ്, 1 മോൾ KCl ആണ്. എന്നാൽ ഈ 1 മോൾ KCl വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ KCl എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഗെറ്റ് ഡിസോസിയേറ്റഡ് ടു അയോൺസ്. ശരിയല്ലേ? അപ്പോ KCl നമ്മൾ 1 മോൾ എടുത്തു, അത് ഡിസോസിയേറ്റ് ചെയ്തപ്പോ K പ്ലസ് പ്ലസ് Cl മൈനസ് എന്ന് പറഞ്ഞു മാറി. അപ്പൊ ഇവിടെ ഇപ്പൊ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായി? സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? എത്ര പാർട്ടിക്കിൾസ് ആയിട്ടാ സ്പ്ലിറ്റ് ചെയ്തത്? 2 പാർട്ടിക്കിൾസ് ആയിട്ട്. ഓരോ മോളുകളാണ് ഓരോന്നിനുള്ളത് അല്ലെ? 1 മോൾ ഓഫ് K പ്ലസ് ആൻഡ് 1 മോൾ ഓഫ് Cl മൈനസ്. ടോട്ടൽ there are 2 മോൾസ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ഡെൽറ്റ TB നമ്മൾ സാധാരണ KB ഇൻറ്റു M വെച്ചിട്ട് തന്നെ കാണുന്നു. അങ്ങനെ നോക്കൂ, NB എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ എത്രയായി? ഇറ്റ് ഈസ് 2 മോൾ. ഓക്കെ, നമ്മൾ ഇതേ എക്സ്പ്രഷൻ ഉപയോഗിച്ചു. 0.52 ഇൻറ്റു 2/1. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? 1.04 കെൽവിൻ. ഈ വാല്യൂം തമ്മിൽ എന്താണ് ഇവിടെ വ്യത്യാസം ഉണ്ടായത്? When the number of moles increased, delta TB, that means the colligative property is also increased. നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്ര കണ്ടാ കൂടിയത്? ഇൻക്രീസ് ചെയ്തു, ശരിയാണ്. എത്ര കണ്ടാ കൂടിയത്? നമ്പർ ഓഫ് മോൾസ് is get doubled. അപ്പോൾ the colligative property is also get doubled. ശരിയല്ലേ? ഇവിടെ 0.52 കെൽവിൻ ആയിരുന്നത് അത് ഇരട്ടിയായി, 1.04 കെൽവിനായി. അപ്പോ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് that depends upon the number of solute particles or the number of ions present in that solution. On dissociation, number of moles or the particles or ions, whatever it is, increases. Thereby, the colligative property also increases. മനസ്സിലായോ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ അവിടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടുന്നു. ഇതിലൂടെ അത് വ്യക്തമായി. ശരിയല്ലേ? നമ്മൾക്ക് പറയാം KCl, NaCl പോലെയുള്ള 2 മോൾസ് തരുന്ന ഇലക്ട്രോലൈറ്റുകൾക്കൊക്കെ ഇതേപോലെ തന്നെയാണ്. when it is doubled, when the number of particle is doubled, the colligative property is also doubled. ഇനി എപ്പോഴും KCl ഉം NaCl ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ? മെഗ്നീഷ്യം ക്ലോറൈഡ് ആവാം, കാൽസ്യം ക്ലോറൈഡ് ആവാം, അലുമിനിയം സൾഫേറ്റ് ആവാം, എന്തു ആയിക്കോട്ടെ. ഇവര് സ്പ്ലിറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് എത്ര അയോൺസ് ആണെന്ന് നോക്കുക. എത്ര അയോൺസ് ആയിട്ടിരിക്കുന്നുണ്ടോ അത്രയ്ക്കായിട്ട് അത് ഇൻക്രീസ് ചെയ്യും. അതായത് മെഗ്നീഷ്യം ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്യുമ്പോ Mg+2+2Cl മൈനസ് ആയിട്ടല്ലേ വരുന്നത്. ഇവിടെ ഇപ്പൊ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? ടോട്ടൽ 3 അല്ലേ? അപ്പൊ നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 3 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതേ ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെ. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ഇലക്ട്രോലൈറ്റുകളെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ടോട്ടൽ ആയിട്ടുണ്ടെന്ന് നോക്കുക. ഓക്കെ, അതിലൂടെ നമ്മൾക്ക് എത്ര കണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസ് ആവുമെന്നും പറയാൻ പറ്റും. അതൊരു പോയിന്റ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഡിസോസിയേഷൻ സംഭവിക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ അതിന്റെ അയോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. thereby the colligative property also increases എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കണം നമ്മുടെ നോട്ടിൽ. ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസും ഇൻവേഴ്സിൽ റിലേറ്റഡ് ആണ്. അപ്പൊ മോളിക്കുലാർ മാസിന് എന്ത് സംഭവിക്കുന്നു കൂടി അറിയണ്ടേ? നമ്മൾ പഠിക്കുന്നത് തന്നെ അബ്നോർമൽ മോളാർ മാസിനെ കുറിച്ചാണ്. അപ്പൊ അത് കൂടുതൽ അറിയേണ്ടതുണ്ട് അല്ലേ? മോളിക്കുലാർ മാസ് ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കമ്പാരിസന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ ഈ മോളാർ മാസിന്റെ കാൽക്കുലേഷൻ തന്നെ ഞാൻ ആദ്യത്തെ കോളത്തിൽ എഴുതിയിട്ടുള്ളത് സാധാരണയുള്ള KClന്റെ മോളാർ മാസിനെ കുറിച്ചാണ്. അതിനെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയൂ കേട്ടോ. നോർമൽ മോളാർ മാസ്,
അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് മോളാർ മാസ്, ആക്ച്വൽ മോളാർ മാസ്, തിയറിറ്റിക്കൽ മോളാർ മാസ്, തിയറിറ്റിക്കലി ഡിറ്റർമിൻ ചെയ്യുന്ന മോളാർ മാസ്, ഇങ്ങനെയൊക്കെ വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ മോളാർ മാസിന് പേര് വരാം. ഓക്കെ, ഇപ്പുറത്തെ കോളത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത് അബ്നോർമൽ മോളാർ മാസ് അല്ലെങ്കിൽ ഒബ്സർവ്ഡ് മോളാർ മാസ്, എക്സ്പെരിമെന്റലി ഒബ്റ്റെയിൻഡ് മോളാർ മാസ് എങ്ങനെയും പറയാം. ഓക്കെ, അപ്പോ നമ്മുടെ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്യുന്ന മോളിക്കുലാർ മാസ് ആണ് ഈ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം കേട്ടാ, കാരണം ഈ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ചു പോവാ. അപ്പൊ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. KCl ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 മോൾ KCl ആണ്. അത് ആദ്യമേ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 1 ആണ് സാധാരണ രീതിയിൽ കേട്ടോ. 1 മോൾ KCl ആണ് എന്ന് പറയുമ്പോൾ 1 മോളാണ് നമ്മൾ എടുക്കുക. അതിന്റെ WB എന്ന് പറയുന്നത് 74.5 ഗ്രാം ആണ് അതിന്റെ വെയിറ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത്ര വെയിറ്റോട് കൂടി 1 മോള് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ മാസ് എത്ര. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ് NB is equal to WB divided by NB എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ബൈ ഫോർമുല വെയിറ്റ് ബൈ മോളിക്കുലാർ മാസ്. അതിലൂടെ നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടെത്തുന്നു. WB divided by NB is equal to 74.5 divided by 1, കാരണം 1 മോൾ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 74.5 ഗ്രാം പെർ മോള് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒബ്സർവ്ഡ് മോളാർ മാസ് എത്ര? നമ്മൾ എക്സ്പെരിമെന്റിനെ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ആ സമയത്ത് കിട്ടുന്ന മോളാർ മാസ് എത്ര? അപ്പൊ നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട് KCl വെള്ളത്തിലിടുമ്പോ അത് ഡിസോസിയേറ്റ് ചെയ്യും. നമ്മൾ ഈ കേസിൽ ആ ഒരു കാര്യം കൺസിഡർ ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞ കാര്യം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. 1 മോള് ഇവിടെ ഡിസോസിയേറ്റ് ചെയ്തപ്പോ 2 മോളായിട്ട് മാറി. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 ആണ്. WB വ്യത്യാസമില്ല. MB is equal to WB divided by NB. ഇതേപോലെ തന്നെ നമ്മൾ കണ്ടു. അപ്പൊ എന്താ കിട്ടിയത് നോക്കൂ, 37.25 ഗ്രാം പെർ മോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഈ മോളിക്കുലാർ മാസിന്റെ എക്സാക്ട് ഹാഫ് ആണ് ഈ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്ത മോളിക്കുലാർ മാസ്. ഇവിടെ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓർ മോൾസ് ഇൻക്രീസസ് ദി മോളാർ മാസ് ഡിക്രീസസ്. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് ഇതിന്റെ ഡിസോസിയേഷൻ കാണിക്കണം. In potassium chloride, what happens when the number of moles is doubled? Double ചെയ്തപ്പോ colligative properties also doubled, but molecular mass is reduced to half. ഈ കാര്യം പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഈ ഒരു ചോദ്യം ചോദിക്കാണ് കേട്ടോ. എന്താണെന്നറിയോ? മെഗ്നീഷ്യം ക്ലോറൈഡ് it dissociates to Mg+2 plus 2HCl minus. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഒബ്സർവ്ഡ് മോളാർ മാസ് ഇഫ് B ഈസ് ദ ആക്ച്വൽ മോളാർ മാസ്. B എന്ന് പറയുന്നത് ആക്ച്വൽ മോളാർ മാസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഒബ്സർവ്ഡ് മോളാർ മാസ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുക ഇവിടെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കി 3 മോൾസ് ഉണ്ട്. അപ്പൊ B ആണ് അതിന്റെ ശരിക്കുള്ള മോളിക്കുലാർ മാസ്. അപ്പോ നമ്മളുടെ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി B/3. അതായത് എത്ര മോൾസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അത്ര ടൈംസ് അത് റെഡ്യൂസ് ചെയ്യും. B/3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. ഇതേ കേസ് തന്നെ അലുമിനിയം സൾഫേറ്റ് ചോദിച്ചാൽ Al2SO4 ത്രൈസ് ഇതിനൊക്കെ ചോദിക്കാം. 2Al 3++ 3SO4 2-. അപ്പൊ നമുക്കിവിടെ 5 മോൾസ് കിട്ടി അല്ലെ. 2 + 3 5. അപ്പൊ എന്തായിരിക്കും? ഇപ്പൊ D ആണ് ആക്ച്വൽ മോളാർ മാസ് എങ്കിൽ അതിന്റെ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് D/5 ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ കാര്യത്തിന് ഒരു വ്യക്തത വന്നല്ലോ. ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടാ.
അപ്പൊ ഇവിടെ നോക്കുക, അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് വെൻ 1 mole ഓഫ് അസറ്റിക് ആസിഡ് ഡിസോൾവ്സ് ഇൻ 1 kilogram ഓഫ് ബെൻസീൻ. ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് ആൻഡ് ദ സോൾവെന്റ് ഈസ് ബെൻസീൻ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ഇതിന്റെ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും എന്താണ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഡെൽറ്റ ഡി ബി തന്നെ എടുക്കുന്നു, കെ ബി ഇൻറ്റു എം. ഈ കെ ബി ഫോർ ബെൻസീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2.65 ആൻഡ് ദ മൊളാലിറ്റി ഈസ് ഫൗണ്ട് ടു ബി 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 mole ഡിസോൾവ്സ് ഇൻ 1 kilogram എന്ന് പറയുമ്പോൾ മൊളാലിറ്റി 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 2.65 കെൽവിൻ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നോക്കുക കേട്ടോ. അസറ്റിക് ആസിഡ് മോളിക്യൂളിന്റെ അസോസിയേഷൻ കാണിക്കാൻ പോവാണ് കേട്ടോ. CH3 COOH twice. അപ്പൊ ഒരു മോൾ എന്ന് പറയുമ്പോ ഇങ്ങനെ എഴുതാം, CH3 COOH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെഡ്യൂസ് ടു ഹാഫ്. ഇവിടെ 2 എന്ന് പറയുന്നത് 1 ആയപ്പോ ഇവിടെ 1 എടുക്കുമ്പോ ഇതെന്താവും, ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ സംഭവിച്ചത്, കുറഞ്ഞു. ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഇവിടെ എന്തായി മാറി, കെ ബി ഇൻറ്റു എം ആണ്. കെ ബി എന്ന് പറയുന്നത് 2.65 ആണ്. ഇവിടെ മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ബൈ എന്താണ്, വെയിറ്റ് ഓഫ് ദ സോൾവെന്റ് ആണ് അല്ലെ. അപ്പോ അത് 1/2 ആണ്. നമുക്ക് എന്ത് കിട്ടി, 2.65 ഇൻറ്റു ഹാഫ്. കാരണം ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്തില്ലേ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത്. അപ്പോ 2.65 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞ് വരും. ആൻഡ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.325 കെൽവിൻ. അപ്പൊ നോക്കുക, ഇവിടെ 2.65 കെ എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോ ദ ഡെൽറ്റ ടി ബി വാല്യൂ ബിക്കംസ് 1.325 എന്ന് വെച്ചാൽ 2.65യുടെ നേർ പകുതിയാണ് 1.325 എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കുറഞ്ഞു. നമ്പർ ഓഫ് മോൾസ് ഹാഫ് ആയപ്പോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഹാഫ് ആയിട്ട് തന്നെ റെഡ്യൂസ് ചെയ്തു. അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.65 ആണ്, പക്ഷെ കിട്ടുന്നത് ഇറ്റ് ഈസ് ദിസ് വാല്യൂ 1.325. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിലും ഇപ്പോ വ്യത്യാസമായിട്ട് നിൽക്കുകയാണ്. ഇത് ഒരേപോലെ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച എക്സ്പ്രഷനിൽ ഒരു ചെറിയ കറക്ഷൻ വേണ്ടേ? നമ്മൾ പഠിച്ചു വെച്ച എല്ലാ എക്സ്പ്രഷൻസിലും ഇതേപോലെ തന്നെയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിന് ഡിപ്പെൻഡന്റ് ആണ്. പക്ഷേ നമ്മൾ ഈ രണ്ട് രീതിയിലൂടെയും ഡെൽറ്റ ടി ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോ രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഒരു ചെറിയ കറക്ഷൻ നടത്തണം. വേണ്ടേ? അങ്ങനെ കറക്ഷൻ നടത്തിയിട്ടുണ്ട്. അതായത് അതിനെയാണ് നമ്മൾ മോഡിഫൈഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇക്വേഷൻ എന്നിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, എന്താണ് ആ മോഡിഫിക്കേഷൻ, ആരാണ് ആ മോഡിഫിക്കേഷൻ നടത്തിയത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എന്തായിരുന്നാലും ഈ രണ്ട് ഡെൽറ്റ ടി ബി വാല്യൂസ് സെയിം ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കറക്ഷൻ ഫാക്ടർ കൊണ്ടുവന്നേ തീരൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി മോളിക്കുലാർ മാസിലുള്ള വ്യത്യാസം കൂടി മനസ്സിലാക്കി പോവാം. മോളിക്കുലാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, NBC ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB ആണെന്ന് അല്ലെ. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മോളിക്കുലാർ മാസ് ആണ്. അപ്പൊ മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ NB. ഇവിടെ WB എന്ന് പറയുന്നത്, ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 ഗ്രാം ആണ്. 60 ഗ്രാം. ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഓക്കെ, 1 ആണ്, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് 60 ഗ്രാം പെർ മോൾ എന്ന് കിട്ടിയോ? ദിസ് ഈസ് ദ ആക്ച്വൽ മോളാർ മാസ് ഓഫ് അസറ്റിക് ആസിഡ്. ഇനി ഈ മോളിക്കുലാർ മാസ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് when it dissolves in benzene what happens? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ ബെൻസീനില് അത് എന്ത് ചെയ്തു? അസറ്റിക് ആസിഡ് എന്തിലാണ്? ഇറ്റ് ഈസ് ഡിസോൾവ്സ് ഇൻ ബെൻസീൻ. ഇതൊരു നോൺ പോളാർ സോൾവെന്റ് ആണ്. അതിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അവിടെ
നമ്മൾ ഇതേപോലെ തന്നെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുകയാണ്. NB is equal to WB divided by NB. അപ്പൊ നോക്കിയേ, WB എന്ന് പറയുന്നത് അതിന് വ്യത്യാസമൊന്നുമില്ല, 60 ആണ്. പക്ഷേ what happens when it dissolves in benzene? It is get associated, അല്ലെ? അസോസിയേറ്റ് ചെയ്തു. ഇത്തരത്തിലുള്ള അസോസിയേഷൻ എന്തുകൊണ്ടാ വന്നതെന്നറിയോ? This is due to the intermolecular hydrogen bonding. CH3COH ഡൈമറൈസേഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ CH3COH കമ്പൈൻ ചെയ്ത് ഒരൊറ്റ മോളിക്യൂൾ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോ ഇവിടെ എങ്ങനെയാണ് ഇവർ കമ്പൈൻ ചെയ്യുന്നത്? ബൈ മീൻസ് ഓഫ് ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ഇവിടെ ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഡൈമറൈസ് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെ ഡൈമറൈസ് ചെയ്യുമ്പോ ഇവരുടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ചുരുങ്ങി, ഇറ്റ് ഈസ് ഗെറ്റ് റെഡ്യൂസ്ഡ് ടു ഹാഫ്, അല്ലെ? ഒരെണ്ണം ഉണ്ടായിരുന്നതിൽ നിന്ന് അത് ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്തു. അങ്ങനെ റെഡ്യൂസ് ചെയ്തപ്പോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? 60 into 2, that is 120 gram per mole. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഇരട്ടിയായിട്ട് മാറി. അപ്പൊ നമ്മൾ ഇതുവരെ ഇവിടെ കണ്ടത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഈ ഭാഗം ഞാൻ പറയുന്നത് മോളാർ മാസിനെ കുറിച്ചാണ് കേട്ടോ. അസോസിയേഷന്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് ഹാഫ് ആവുമ്പോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഹാഫായി മാറും. അതേസമയം മോളിക്കുലാർ മാസ് ഡബിൾ ചെയ്യും. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മള് നോട്ടിൽ എഴുതുമ്പോ ജസ്റ്റ് അസോസിയേഷൻ എഴുതിയിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ എഴുതണം. ഈ എക്സാമ്പിൾ എഴുതിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എഴുതണ്ട. കാര്യം മനസ്സിലാവാനാണ് ഞാൻ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ അസറ്റിക് ആസിഡ് when it dissolves in benzene, dimerization takes place, and when dimerization takes place, the number of moles is reduced. When the number of moles is reduced, the colligative property is also reduced. At the same time, the molecular mass is doubled. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുമ്പോൾ the molecular mass increases. Okay? നമ്മൾ പഠിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഒരു ചെറിയൊരു കറക്ഷൻ ഫാക്ടർ കൊണ്ടുവന്നാലാണ് നമ്മൾ നേരത്തെ കണ്ട കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും തുല്യമാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇത്തരത്തില് ഒരു കറക്ഷൻ ഫാക്ടർ കൊണ്ടുവന്ന ഒരു സയന്റിസ്റ്റ് ആണ് വാൻഡ് ഹോഫ് എന്ന് പറയുന്നത്. വാൻഡ് ഹോഫ് I എന്ന ഒരു വാൻഡ് ഹോഫ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളില്, എങ്ങനെയുള്ള സന്ദർഭങ്ങളില്, ചില സൊല്യൂട്ട് ചില സോൾവെന്റിൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഡിസോസിയേഷനും അസോസിയേഷനായാലും സംഭവിക്കുന്നുണ്ടെന്ന്. അത്തരം സന്ദർഭങ്ങളില് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഒരു പുതിയൊരു ഫാക്ടർ കൊണ്ടുവന്നത്. മനസ്സിലായോ? ഇനി ആ I എന്ന് പറഞ്ഞ വാൻഡ് ഹോഫ് ഫാക്ടർ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? I is equal to normal molar mass divided by observed molar mass. അപ്പൊ മോളാർ മാസിന്റെ കേസിൽ നമുക്ക് ഈ രീതിയിലൂടെ I കണ്ടുപിടിക്കാം. വെരി ഇമ്പോർട്ടന്റ്. ഇനി മറ്റൊരു രീതി എങ്ങനെയാണ് I കണ്ടുപിടിക്കുന്നത്? I is equal to observed colligative property divided by calculated colligative property. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ബേസിസിലും നമുക്ക് I വാല്യൂ കണ്ടെത്താം. ഇനി മൂന്നാമത്തെ ഒരു രീതി നോക്കൂ. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓർ പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓർ ദി പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. അപ്പോ വാൻഡ് ഹോഫ് ഫാക്ടർ ഈ മൂന്ന് രീതിയിലൂടെയും നമുക്ക് കണ്ടെത്താം. ഓക്കെ, ഈ മൂന്ന് രീതിയും നിങ്ങൾ പഠിച്ചു വെക്കണം. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു കഴിഞ്ഞല്ലോ. ഇത് മാറ്റിയാണ് കേട്ടോ. ഫോർ അസോസിയേഷൻ I is less than 1. Dissociation I is always greater than 1. When no association or dissociation, I value is equal to 1. Association I value is always less than 1.
ഡിസോസിയേഷൻ ആവുമ്പോ ഐ വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. And when there is no association or dissociation, for example, non-electrolytes like ഏതൊക്കെയാ യൂറിയ, ഷുഗർ, ഗ്ലൂക്കോസ് എക്സെട്ര. ഡിസോസിയേഷൻ ഏതൊക്കെ എക്സാമ്പിള്? പൊട്ടാസ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, K2SO4, NaCl, പിന്നെ Al2SO4 thrice, K4FeCN6 times. ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ആണ്. നമ്മളിത് പഠിക്കും കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. ഇതെല്ലാം ഡിസോസിയേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോലൈറ്റുകളാണ്. ഇനി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ, അതുപോലെ ബെൻസോയിക് ആസിഡ് ഇൻ ബെൻസീൻ. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെ ഒന്ന് ജനറലൈസ് ചെയ്ത് ഞാൻ പറയാം. അസോസിയേഷനെ സംബന്ധിച്ച് ദി ഒബ്സർവ്ഡ് മോളാർ മാസ് ഇസ് ഗ്രേറ്റർ ദാൻ ദി നോർമൽ മോളാർ മാസ്. ഡിസോസിയേഷനിൽ ദ ഒബ്സർവ്ഡ് മോളാർ മാസ് ഇസ് ലെസ്സർ ദാൻ ദി നോർമൽ മോളാർ മാസ്. ഇനി രണ്ടാമതായിട്ട് അസോസിയേഷനെ സംബന്ധിച്ച് ഐ ഈസ് ലെസ് ദാൻ 1 ആൻഡ് ഫോർ ഡിസോസിയേഷൻ ഐ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. യു ഷുഡ് റിമെമ്പർ ദിസ് പോയിന്റ്. മൂന്നാമത്തെ കാര്യം, ദ വാല്യൂസ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ലോവർ ദാൻ എക്സ്പെക്ടഡ് ആൻഡ് ഫോർ ഡിസോസിയേഷൻ ദ വാല്യൂസ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഹയർ ദാൻ എക്സ്പെക്ടഡ്. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതൊന്നും ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്താണ്? നമ്മളിപ്പോ ഐ വാല്യൂ എങ്ങനെയാന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇനി എങ്ങനെയാണ് ഈ മോഡിഫൈഡ് ഇക്വേഷൻസ് വരുന്നത്? അതും കൂടി നമുക്കൊന്ന് എഴുതി വെക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ദി മോഡിഫൈഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇക്വേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇക്വേഷൻ മോഡിഫൈ ചെയ്യുന്നത്? ബൈ ഇൻക്ലൂഡിംഗ് ദി വാൻ ഹോഫ് ഫാക്ടർ. അപ്പൊ നമ്മൾ പഠിച്ച ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ആയിരുന്നു അല്ലെ? ഈക്വൽ ടു കൈബി എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ ഐനെ ഇൻക്ലൂഡ് ചെയ്യണം. ഐ ഇൻറ്റു കൈബി. ഇതേപോലെ ഓരോ എക്സ്പ്രഷനിലും നമ്മൾ പഠിച്ചു വെച്ചതിൽ ഐനെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. Then fourth one, pi is equal to I into ZRT or N divided by NB divided by V. അല്ലെ? എങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ? Pi is equal to I into NB divided by V into RT. ഇതാണ് the modified colligative property equation. അപ്പോ I എന്ന പറഞ്ഞ ഫാക്ടർ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയാലും കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയാലും ഈക്വൽ ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് വിശദമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയി പോകും തോന്നുന്നു. എന്തായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കലാണ് എന്റെ ഉദ്ദേശം. അത് നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ കുട്ടികളും സൊല്യൂഷൻ എന്ന ചാപ്റ്റർ നല്ലപോലെ പഠിച്ചു വെക്കുക. അതിപ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അബ്നോർമൽ മോളാർ മാസ് ആൻഡ് ദി വാൻ ഹോഫ് ഫാക്ടർ. അത് എല്ലാവരും നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. ഇത് ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ടുന്ന ചില പ്രോബ്ലംസ് വരും. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ സമീപിച്ച് ഉത്തരങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.